ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഇന്ന് 8ാമത്തെ നോമ്പാണ് നമ്മുടെ. ഇന്ന് എനിക്ക് ഒരുപാട് പണികളൊന്നും ഇല്ലായിരുന്നു. കുറേ ഐറ്റംസൊക്കെ നേരത്തെ തയ്യാറാക്കിയതിൻ്റെ ബാലൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കൂടെയൊക്കെ ഒന്ന് പൊടി കെട്ടിയെടുത്തപ്പോഴത്തേക്ക് പുതിയ വിഭവങ്ങളൊക്കെ ആയി. അപ്പോൾ ഞാൻ ചിക്കൻ പോള തയ്യാറാക്കാനായിട്ട് 1 കപ്പ് പ്ലസ് അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ പാലും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി അതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 1 കപ്പ് മൈദയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബാറ്ററിൻ്റെ മുക്കാലോളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പ് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തടവി കൊടുക്കണം, അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഇനി ഞാൻ ചിക്കൻ്റെ ഫില്ലിങ് നമുക്ക് സമൂസ തയ്യാറാക്കിയായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇന്ന് ഇച്ചിരി ഒരല്പം മസാലകളും കൂടെ ഒന്ന് ചേർത്തൊന്ന് ചൂടാക്കിയെടുത്ത് അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബാക്കി ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ കുറച്ചും കൂടെ ഫില്ലിങ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ നമുക്കത് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ക്യാപ്സിക്കം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു മൂടി വെച്ച് അടയ്ക്കാം. എന്നിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഡയറക്റ്റ് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുകയല്ല, ഇതേപോലൊരു ദോശ തവ എങ്ങാനും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാൻ ഡിന്നറിന് വേണ്ടി കറി പ്രിപ്പയർ ചെയ്യാനായിട്ട് സോയ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. 1 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നല്ലതുപോലെ 2-3 വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞ് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട്. അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിൽ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കവും സവാളയും കൂടെ കട്ട് ചെയ്തത് നമ്മുടെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വെക്കണം. ചെറിയ തീയിൽ വേണം വെക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 മിനിറ്റത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടെ 2 മിനിറ്റത്തേക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സവാളയും ക്യാപ്സിക്കം ഇട്ട സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സോയാ സോസും കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്നും കുറുകി വരാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കി അതും കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ട് കിട്ടും. നല്ല ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇതാ റംസുമോൻ വാപ്പുമ്മാക്കും ഉമ്മിക്കും നമ്മൾ ഇന്നത്തെ ഇഫ്താർ പങ്ക് കൊണ്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. പിന്നെ നമ്മുടെ ഡ്രിങ്ക് ഡേ 5 നമ്മൾ വാനില എസൻസ് വെച്ചിട്ട് ഡ്രിങ്ക് തയ്യാറാക്കി. അപ്പോൾ ഇന്ന് അത് പിസ്ത എസൻസ് ഒഴിച്ചു കൊടുത്ത്. പിന്നെ അതാ നമ്മുടെ പള്ളിക്കഞ്ഞി, അത് എനിക്ക് വേണ്ടി മാത്രമാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ മക്കളാരും കുടിക്കത്തില്ല. പിന്നെ അതാ നമ്മുടെ ചിക്കൻ പോള, ഫ്രൂട്ട്സ് ഒരുപാടൊന്നും കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, തണ്ണിമത്തൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ മാമി നിന്ന് കസ്റ്റാർഡ് ആപ്പിളുണ്ട്, അപ്പോൾ കസ്റ്റാർഡ് ആപ്പിളും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ഇഫ്താർ ഡ്രിങ്ക് അടിപൊളിയാണ് കേട്ടോ. വിശപ്പും ദാഹവും ഒക്കെ മാറാനായിട്ട് ഇത് അടിപൊളിയാണ്. ഇതിനകത്ത് ആപ്പിളൊക്കെ അല്ലാതെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ വലിയ പാടാണ്. അപ്പോൾ ആപ്പിളും മുന്തിരി നമ്മുടെ കയ്യിലുള്ള എല്ലാ ഫ്രൂട്ട്സും കൂടി ഇതിനകത്തോട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കാനും ഉണ്ട്, കുടിക്കാനും വിശപ്പും ദാഹവും ഒരേപോലെ മാറും. അപ്പോൾ എല്ലാവരും ഒന്ന് ആ ഡ്രിങ്ക് ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. പിന്നെ അടിപൊളി ചിക്കൻ പോളയായിരുന്നു. അപ്പോൾ നമ്മുടെ റെസിപ്പീസൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഒന്ന് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കണ്ട. ഇന്നത്തെ നമ്മുടെ ഇഫ്താർ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.